ഗവർണർ അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് ഏതെങ്കിലും ഗവർണർ ഈ ആളുകളുടെ നേരെ ചാടിക്കയറിയിട്ടുണ്ടോ? ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നൊരു ഗവർണർ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ലാലോ, ദീർഘകാലമായിട്ട് തുടരുകയല്ലേ. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കാര്യമാണ്. അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത്. മാത്രമല്ല, എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത്? ഏതെല്ലാം കഠിന പദങ്ങളാണ്! ക്രിമിനൽസ്, ബ്ലഡി, റാസ്കൾസ്, അങ്ങനെ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ, കുട്ടികളെ വിശേഷിപ്പിക്കുന്നത്? ഇതാണോ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്? സാധാരണ അങ്ങനെയാണോ സമീപിക്കുക? ആ തരത്തിൽ നേരിട്ട് കൈകാര്യം ചെയ്യാനാണോ ഒരു ഉന്നത സ്ഥാനം എന്നത്? അതിന് അതിൻ്റേതായ വഴികളുണ്ടല്ലോ, ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നമ്മുടെ നിയമക്രമപാലനത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. അവർ നോക്കിക്കോളുമല്ലോ. ഇദ്ദേഹം തന്നെ വ്യക്തിപരമായിട്ട് ഇടപെടേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തുകയാണ്. അത് ശരിയായ രീതിയാണ്? എങ്ങനെ എന്തും വിളിച്ചു പറയാവും ഒരു ഗവർണറായിരിക്കുന്നയാൾ? അതെവിടം വരെ എത്തി? വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്നതല്ല, മാത്രമല്ല ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ബ്ലഡി കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിട്ട് അങ്ങനെ ഒരു നില സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരി അങ്ങനെ ചെയ്യുമോ? സാധാരണ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവൺമെൻറ് വക്താക്കൾ ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഈ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതല്ല നമ്മുടെ നാട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശമെങ്കിൽ ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടൽ വേണം.